ഹായ് ഹലോ. ഇന്ന് പുതിയൊരു വ്ളോഗുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരികയാണ്. ഒരു കുഞ്ഞു വ്ളോഗാണ്. ഞങ്ങൾ രണ്ട് മക്കളുടെയും പല്ലുകൾക്ക് ചെറിയ ചെറിയ കംപ്ലൈൻറ്റുകളുണ്ട്, അമ്പാടിക്കും കല്യാണിക്കും. അങ്ങനെ അവരെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ ദന്തൽ OPയിൽ കാണിക്കാൻ, കുട്ടികളുടെ വിഭാഗത്തിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം രാവിലെ 6 മണിക്കെങ്കിലും വീട്ടിൽ നിന്ന് തിരിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. റെഡിയായി 6:30 ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും. അപ്പം ഞങ്ങൾ 4 പേരും കൂടെയാണ് പോകുന്നത്. ഈ കാണുന്നത് എൻ്റെ നാടാണ്. നല്ല പ്രകൃതി ഭംഗി കൂടുതലുള്ള നാടാണ് കേട്ടോ. പല വീഡിയോയിലും ഞാൻ കാണിച്ചിട്ടുണ്ട് എൻ്റെ നാടിനെ പറ്റി. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കെന്നല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ഈ നാട്ടിൽ താമസിക്കുന്നത്. ഇച്ചിരി യാത്രാ സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് എന്ന് വെച്ചാൽ നമുക്കിപ്പം കുട്ടികളെയൊക്കെ കാണിക്കണമെങ്കിൽ നമ്മളിങ്ങനെ മെഡിക്കലിലൊക്കെ കാണിക്കണമെങ്കിൽ വരുന്നെങ്കിൽ ഒരുപാട് ദൂരമുണ്ട്. അത്രയും ഒരു പ്രയാസമേ ഉള്ളൂ. അപ്പോൾ തിരിച്ച് വരുന്ന ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകണ വഴിക്ക് എൻ്റെ വീട്ടിലിറങ്ങി അച്ഛനും അമ്മയൊക്കെ കണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടതേ ഉള്ളൂ. എന്നിട്ട് ഇവിടെ ലേറ്റാവുമെന്നും പറഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. കറക്റ്റ് ഒരു 9:15 ആയപ്പോൾ ഞങ്ങൾക്ക് അവിടെ എത്താൻ പറ്റി. ഇപ്പോൾ പോകുന്ന വഴിയിൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ചെറിയ മഴകളും ഉണ്ടായിരുന്നുള്ളൂ. ചെറിയ മഴ, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. യാത്രയ്ക്കും റോഡിലും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ ഭയങ്കര തിരക്കായിരിക്കും. ഇപ്പോൾ മഴയായതുകൊണ്ടായിരിക്കാം വലിയ തിരക്കൊന്നും ഇല്ലാത്തത്. എന്നാലും നമ്മളൊരു 9:15 ആയപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൻ്റെ അവിടെ എത്തി കേട്ടോ. പക്ഷേ പാർക്ക് ചെയ്യുന്നതിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരിടവും സ്ഥലമില്ല. മെഡിക്കൽ കോളേജിൻ്റെ അവിടെയൊക്കെ അറിയാമല്ലോ, ഭയങ്കര തിരക്കുള്ള സ്ഥലമല്ലേ. ഒരുപാട് നേരം ഒരുപാട് സ്ഥലത്ത് തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ വന്നതിന് ശേഷം നമ്മളെ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് ഇറക്കിയിട്ട് ഏട്ടൻ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അപ്പം ഞാൻ പോയി OP എടുത്തു. 2 മക്കൾക്കും അടുത്തടുത്തുള്ള ടോക്കണാണ് കിട്ടിയത്, 32ഉം 33ഉം. അപ്പോൾ ടോക്കൺ എടുത്തപ്പോഴത്തേനും അകത്ത് കയറിയപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായി. കാരണം 2 പേരെയും ഒരേ സമയത്ത് തന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ വന്നതിന് ശേഷം അടുത്തടുത്ത് ഓരോരുത്തർക്കും ഓരോരോ സെക്ഷനുകളായിട്ടാണ് കേട്ടോ. അപ്പോൾ 2 പേരും ഒരു മോളെ ഞാനും കൊണ്ടുപോയി, ഏട്ടൻ അമ്പാടിയും കൊണ്ടുപോയി. എന്നിട്ട് നമ്മൾ അകത്തുള്ള ക്യാൻറ്റീനകത്ത് നിന്ന് തന്നെ ഓരോ കോഫിയും പപ്സും ഒക്കെ കഴിച്ചു. അതിനുശേഷം വീണ്ടും ഓരോ സെക്ഷന് തിരിച്ച് വീണ്ടും കാണിക്കാനുണ്ടായിരുന്നു, അതെല്ലാം കാണിച്ചു. ഇപ്പം 3 നിലകളിലായിട്ട് ഓരോ റൂമുകളിലായിട്ടാണ്. അങ്ങനെ 18, 41, 501, പിന്നെ പല്ലിൻ്റെ എക്സ്റേ എടുക്കുന്നത്, അതെല്ലാം കഴിഞ്ഞ് ലേറ്റായാണ് നമ്മൾ ഇറങ്ങിയത്. ഏകദേശം 1 മണിയോളം നമ്മളായി കേട്ടോ പുറത്തിറങ്ങിയപ്പോഴത്തേനും. അപ്പം വണ്ടി പാർക്ക് ചെയ്തിരുന്നത് ഒരുപാട് അങ്ങ് ദൂരെ ആയതുകൊണ്ട് നമ്മൾ താഴെ വന്നങ്ങനെ ഒരു മരത്തിൻ്റെ സൈഡിൽ അങ്ങനെ നിന്ന് റെസ്റ്റ് ചെയ്യുകയാണ്. അവിടുത്തെ ഭംഗിയൊക്കെ കണ്ട് അങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ നമുക്കിത്തിരി യാത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിലും നല്ല ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇത്രയും ദൂരം വരുന്നത്. മക്കളുടെയൊക്കെ പല്ലിന് ഇപ്പം നമ്മൾ പോകുന്നതിൻ്റെ അന്ന് തന്നെ നമുക്ക് ഫുൾ ട്രീറ്റ്മെൻറ്റ് നടക്കില്ല. ഇനി ഒരു ദിവസം 2 പേർക്കും 2 ഡേറ്റുകളാണ് തന്നത്. അതിലുള്ളൊരു ചെറിയ ബുദ്ധിമുട്ടേ ഉള്ളൂ. ഇനി അടുത്ത മാസം വീണ്ടും റിവ്യൂ ചെയ്യേണ്ട ദിവസങ്ങൾ 2 പേർക്കും 2 ഡേറ്റാണ്. അപ്പം ഞാനും ഏട്ടനും 2 സെക്ഷനായിട്ട് തിരിഞ്ഞത് കൊണ്ട് നമുക്ക് ഈ കറക്റ്റ് ഡേറ്റുകൾ അറിയാൻ പറ്റിയില്ലായിരുന്നു. അതുകൊണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ഒരാളാണ് പോയിരുന്നെങ്കിൽ 2 ഡേറ്റും ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരാളെ കൊണ്ട് ഈ 2 പേരെയും കാണിക്കാൻ പറ്റില്ല. കാരണം ഒരേ റൂമുകളാണെങ്കിൽ നമുക്ക് കാണിക്കാം, വ്യത്യസ്തമായ റൂമുകളായിരുന്നു. അങ്ങനെ ഏട്ടൻ വണ്ടി എടുത്തിട്ട് വന്നു. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് ഞാനും അമ്പാടിയും മാത്രമാണ്. മോള് വന്നില്ല. മോൾക്ക് ഇത്തിരി വീഡിയോയുടെ മുന്നിലൊക്കെ വരാൻ ഇച്ചിരി നാണമൊക്കെ കൂടുതലുള്ളതാണ്. അതുകൊണ്ട് അവൾ മാറി നിന്നു. അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോവുകയാണ്. ഗണപതി അമ്പലത്തിൻ്റെ അവിടെ നിന്ന് തിരിഞ്ഞാണ് നമുക്ക് ഇങ്ങോട്ട് നമ്മുടെ നാട്ടിലേക്ക് വരേണ്ടത്. അപ്പോൾ 2 പേരും രാവിലെ വന്നപ്പോൾ നല്ല പ്രതീക്ഷയോടെയും സന്തോഷത്തോടെയാണ് വന്നത്. കാരണം ട്രിവാൻഡ്രത്ത് പോകുമ്പോൾ മ്യൂസിയത്തിൽ കയറാമല്ലോ. അപ്പം ഞാനും അല്പം പ്രതീക്ഷയിലും സന്തോഷത്തിലും ആയിരുന്നു. കാരണം എനിക്കും അല്പം റീൽസൊക്കെ എടുക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു. നമ്മൾ മ്യൂസിയത്തിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേനും മഴ പെയ്തു കേട്ടോ. അതൊരു വലിയൊരു വിഷമമുള്ളൊരു കാര്യമായിരുന്നു. നമ്മൾ അവിടുന്ന് ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് എത്തിയപ്പോൾ മഴയില്ലായിരുന്നു. മ്യൂസിയത്തിൻ്റെ അവിടെ എത്തിയപ്പം മഴയുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഭയങ്കര കുറച്ചൊക്കെ ഒന്ന് വിഷമത്തിലൊക്കെ ഇരുന്നു. റീൽസ് എടുക്കാൻ പറ്റിയില്ല, പിന്നെ മക്കൾക്ക് മ്യൂസിയത്തിൽ കയറി കാണാൻ പറ്റിയില്ല എന്നൊക്കെ ഉള്ളൊരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്തായാലും ഇപ്പോൾ മഴയായിരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് വണ്ടി പാർക്ക് ചെയ്യാനും, പിന്നെ ആ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് അകത്ത് കയറാനും, പിന്നെ അവിടെ നിന്ന് തിരികെ വരാനും ഒക്കെ. കുറച്ച് കഴിഞ്ഞ് നമ്മൾ വന്ന് ഒരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ അവിടെ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. പക്ഷെ നല്ല ഫുഡാണ്. ഇപ്പോൾ അല്പം വെയിറ്റ് ചെയ്ത് മാത്രമേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അവിടെ അല്പം തിരക്കുള്ള ഒരു ഹോട്ടലായിരുന്നു.
അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നേരെ എൻ്റെ വീട്ടിൽ വന്നു. അവിടെ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം അവിടുന്ന് തിരിച്ച് ഇനി എൻ്റെ സ്വന്തം നാടായ മലയിലേക്ക് കയറുകയാണ്. അപ്പം ഞാൻ വളരെയധികം ഹാപ്പിയാണ് കേട്ടോ ഈ നാട്ടിൽ ജീവിക്കുന്നതിൽ. മലയെന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ, പക്ഷെ അത്യാവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്കിവിടെ ഉണ്ട്. കാരണം നമുക്ക് ചെറിയൊരു ഹോസ്പിറ്റലുണ്ട്, പിന്നെ ബാങ്കുണ്ട്, സ്കൂളുകളുണ്ട്, എല്ലാം ചെറിയ ഫെസിലിറ്റീസ് എല്ലാം നല്ല രീതിയിൽ നമുക്കുണ്ട്. നമ്മൾ ഹാപ്പിയാണ്, ഈ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും നല്ല രീതിയിൽ ഹാപ്പിയാണ്. പിന്നെ വലിയ ആർഭാടങ്ങളൊന്നുമില്ല, മലയാണ് എന്നുള്ളൊരു പ്രത്യേകതയേ ഉള്ളൂ. പക്ഷേ ഈ പ്രകൃതി ഭംഗി ഭയങ്കര രീതിയിലുള്ളൊരു ഭംഗിയാണ് കേട്ടോ. നമ്മൾ ഭയങ്കര സന്തോഷത്തിലാണ് ഈ നാട്ടിൽ ജീവിക്കുന്നതിൽ. എനിക്ക് എൻ്റെ റിലേറ്റീവ്സൊക്കെ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് ആ നാട് വിട്ട് മലയിൽ നിന്നും നാട്ടിലേക്ക് ഇറങ്ങിക്കൂടെ, നാട്ടിൽ സെറ്റിലായിക്കൂടെ, മക്കളുടെ പഠിത്തമൊക്കെ നോക്കി നാട്ടിൽ സെറ്റിലായിക്കൂടെ എന്ന്. പക്ഷേ ഞാൻ വിചാരിക്കുന്നു, മക്കളുടെ ഫ്യൂച്ചറിൽ നമുക്ക് അവരുടെ പഠിത്തമൊക്കെ കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഉയർന്ന ഹയർ സ്റ്റഡീസിന് ആവശ്യമുള്ള സമയത്ത് നമുക്ക് എവിടെയെങ്കിലും സെറ്റിലാവാം. പക്ഷേ എന്നാലും ഞാൻ ഈ നാട് പൂർണ്ണമായിട്ടങ്ങ് വിട്ടു പോവില്ല. അത്രയ്ക്കും എനിക്ക് ഇഷ്ടമുള്ള ഒരു നാടാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ മക്കൾക്കും എല്ലാവർക്കും നല്ല ഇഷ്ടം. ഈ പറയുന്ന ബന്ധുക്കളൊക്കെ വരുമ്പോൾ അവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ നാട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ യാത്രയുടെയൊക്കെ കുറച്ച് അസൗകര്യങ്ങൾ, അതായത് ഇപ്പം നമുക്ക് നല്ല രീതിയിലുള്ളൊരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ നമ്മൾ ട്രിവാൻഡ്രത്ത് പോവുക, അപ്പം അങ്ങനെയുള്ളൊരു സൗകര്യം അതാണ് നോക്കുന്നത്. അല്ലാതെ കുഴപ്പമില്ല, ഇവിടെ ഹോസ്പിറ്റലുകളുണ്ട്, പക്ഷേ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ അങ്ങ് ദൂരോട്ട് തന്നെ പോകണം. ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ബാക്കി എല്ലാം കൊണ്ടും നല്ല രീതിയിൽ കംഫർട്ടാണ് ഈ നാട്. ഇപ്പം കുറേ ആൾക്കാരൊക്കെ നമ്മുടെ ഈ കാളിമലയൊക്കെ കാണാൻ വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേര് കാണാൻ വരുന്നുണ്ട്. അത്രയ്ക്കും ഭംഗിയുള്ള ഒരു നാടായതുകൊണ്ടാണ് ഇപ്പം നമ്മുടെ നാട്ടിലെത്താറായിട്ടുണ്ട്. എന്നെ പുതിയ വിശേഷവും പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നത് വരെ നിങ്ങളുടെ സ്വന്തം കാർത്തിക. ബായ്.